everyone. ഇപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് +1 ഇംഗ്ലീഷിലെ ഫസ്റ്റ് ചാപ്റ്ററായ ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ് എന്ന് പറയുന്ന ചാപ്റ്ററാണ്. അപ്പോൾ ഇത് എഴുതിയിരിക്കുന്നത് ലിയാം ഫ്ലഹേർട്ടി ആണ്. ഇതിൽ ഒരു യങ് സീകളിൻ്റെ, അതായത് ഒരു ചെറിയ സീകൾ എന്ന് പറയുന്ന ഒരു പറവയുടെ കഥയാണ് പറയുന്നത്. നമുക്ക് ആ കഥയിലേക്ക് പോകാം. A young seagull was alone on his ledge. His two brothers and his sister had already flown away the day before. He had been afraid to fly with them. Somehow, when he had taken a little run towards the brink of the ledge and attempted to flap his wings, he became afraid. The great expanse of the sea stretched down beneath, and it was such a long way down, miles down. He felt certain that his wings would never support him, so he bent his head and ran away back to the little hole under the ledge where he slept at night. അപ്പോൾ അവൻ്റെ ലെഡ്ജിൽ, അതായത് ലെഡ്ജ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കടലിൽ നടക്കുക ഈ പാറ പോലെ ഇങ്ങനെ പൊങ്ങി വയ്ക്കത്തില്ലേ, അതിനാണ് നമ്മൾ ലെഡ്ജ് എന്ന് പറയുന്നത്. അപ്പോൾ അവൻ്റെ ലെഡ്ജിൽ ആ യങ് സീകൾ ഒറ്റയ്ക്കായിരുന്നു. അവൻ്റെ 2 ബ്രദേഴ്സും അതുപോലെ തന്നെ അവൻ്റെ സിസ്റ്ററും കഴിഞ്ഞ ദിവസം തന്നെ, അതായത് തൊട്ട് മുമ്പത്തെ ദിവസം തന്നെ പറക്കാൻ ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇവന് പറക്കാൻ പേടിയായിരുന്നു, അതായത് പറക്കുമ്പോൾ പേടിയായിരുന്നു. അപ്പോൾ എങ്ങനെയൊക്കെയോ അവൻ ഒരു ദിവസം ചെറുതായി ഒന്ന് പറക്കാൻ വേണ്ടി തയ്യാറെടുപ്പിനായിട്ട് ചെറുതായി ഒന്ന് ഓടി ഈ ലെഡ്ജിൻ്റെ അറ്റത്തെത്തിയപ്പോൾ, പറക്കാൻ വേണ്ടി ലെഡ്ജിൻ്റെ അറ്റത്തെത്തിയപ്പോൾ അവൻ താഴേക്ക് നോക്കിയപ്പോൾ ഈ അവിടെ മൊത്തം ഇങ്ങനെ വിടർന്ന് നടക്കുന്ന സീയാണ്. മൈൽസോളം ഇങ്ങനെ കടലാണ്. എങ്ങും അവന് രക്ഷപ്പെടാൻ പറ്റില്ല. അഥവാ ഇനി അവൻ തറയിൽ വീണ് പോയാൽ, അല്ലെങ്കിൽ അവൻ്റെ വിങ്സിന് അവൻ്റെ ഭാരം താങ്ങാൻ പറ്റുമോ എന്നുള്ള ചിന്തകളൊക്കെ അവൻ്റെ മനസ്സിലേക്ക് വന്നു. അപ്പോൾ ഇത് പേടികൾ കാരണം അവൻ വീണ്ടും തല കുനിച്ച് തിരിച്ച് നടന്ന് അവൻ്റെ ആ ലെഡ്ജിലെ ഒരു സ്മോൾ ഹോളിൽ പോയി ഇരിക്കും. അവിടെയാണ് അവൻ രാത്രി ഉറങ്ങാറ്. അവിടെ പോയി ഇരിക്കും. Even when each of his brothers and his little sister, whose wings are far shorter than his own, ran to the brink, flapped their wings, and flew away. He failed to muster up courage to take that plunge, which appeared to him so desperate. His father and mother had come around, calling to him shrilly, scolding him, threatening to let him starve on his ledge unless he flew away. But for the life of him, he could not move. അപ്പോൾ അവൻ്റെ എല്ലാ ബ്രദേഴ്സും അവൻ്റെ ലിറ്റിൽ സിസ്റ്ററും ഒക്കെ പറക്കാൻ ആരംഭിച്ചു എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അവരുടെ എല്ലാം ചിറക് യവനേക്കാൾ ചെറുതാണ്, അതായത് യവനേക്കാൾ പ്രായം കുറവാണ് ബാക്കി അവൻ്റെ പറഞ്ഞ സഹോദരങ്ങൾക്കെല്ലാം. അവരെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ ബ്രിങ്കിലേക്ക്, ആ ലെഡ്ജിൻ്റെ ബ്രിങ്കിലേക്ക് അറ്റത്തേക്ക് ഓടും, അവരുടെ ചിറകുകൾ ഫ്ലാപ്പ് ചെയ്യും, എന്നിട്ട് പറന്നു പോകും. പക്ഷേ ഇവന് ഇങ്ങനെ ചെയ്യാനുള്ള കറേജ് എടുക്കാൻ അവന് പറ്റുന്നുണ്ടായിരുന്നു, അല്ലെങ്കിൽ അവൻ്റെ കറേജ് സ്വരൂപിച്ചെടുക്കാനുള്ള കഴിവ് അവനില്ലായിരുന്നു. അല്ലെങ്കിൽ അവൻ പേടിച്ച് മാറി നിൽക്കുകയായിരുന്നു. അവൻ എന്തെങ്കിലും പറ്റിപ്പോകുമെന്നുള്ള പേടി ഇവനുണ്ടായിരുന്നു. അവൻ്റെ അച്ഛനും അമ്മയും വന്നിട്ട് കാര്യം പറയും, പറക്കാൻ വേണ്ടി പറയും, വഴക്ക് പറയും, അല്ലെങ്കിൽ ഇനി നീ പറഞ്ഞില്ലെങ്കിൽ നിനക്ക് ആഹാരം തരില്ലെന്ന് ഭീഷണിപ്പെടുത്തും, അങ്ങനെയൊക്കെ ചെയ്യും. പക്ഷേ അവൻ്റെ ജീവനെ പേടിച്ച് ഇതൊന്നും കേൾക്കാതെ അവിടെ തന്നെ ഒളിച്ച് തന്നെ ഇരിക്കാൻ തീരുമാനിക്കുകയാണ്. That was 24 hours ago. Since then, nobody had come near him. The day before, all day long, he had watched his parents flying about his brothers and sisters, perfecting them in the art of flight, teaching them how to skim the waves and how to dive for fish. He had in fact seen his older brother catch his first herring and devour it, standing on a rock while his parents circled around, raising a proud crackle. And all morning, the whole family had walked about the big plateau midway down the opposite cliff, laughing at his covered eyes. അപ്പോൾ കഴിഞ്ഞ 24 മണിക്കൂറായി ഇവൻ്റെ അടുത്തേക്ക് ആരും വന്നിട്ടില്ല. കഴിഞ്ഞ ദിവസം ഇവൻ്റെ പാരൻസ് എല്ലാം കൂടെ ഇവൻ്റെ ബ്രദേഴ്സിനെയും സിസ്റ്റേഴ്സിനെയും ഇങ്ങനെ ഫ്ലൈ ചെയ്യുന്ന എങ്ങനെയാണെന്ന് പെർഫെക്റ്റ് ചെയ്യായിരുന്നു. അതായത് എങ്ങനെ ഒരുപാട് നേരം ഫ്ലൈ ചെയ്യാം, എങ്ങനെയാണ് ഡൈവ് ചെയ്യേണ്ടത്, ഫിഷിന് വേണ്ടി ഡൈവ് ചെയ്യേണ്ടത്, വേവ്സിൻ്റെ ഇടയിലൂടെ സ്കിം ചെയ്യേണ്ടതെന്നൊക്കെ പാരൻസ് അവൻ്റെ ബ്രദേഴ്സിനും സിസ്റ്റേഴ്സിനും പറഞ്ഞു കൊടുക്കായിരുന്നു കഴിഞ്ഞ ദിവസം മുഴുവൻ. ഇൻഫാക്റ്റ് അവൻ്റെ ഒരു ഓൾഡർ ബ്രദർ അവൻ്റെ ആദ്യത്തെ അല്ലെങ്കിൽ ആദ്യത്തെ ഫിഷിനെ പിടിക്കുകയും ചെയ്തു. അപ്പോൾ ഈ ആദ്യത്തെ ഫിഷിനെ പിടിച്ചപ്പോൾ അവൻ്റെ പാരൻസും ബാക്കി ബ്രദേഴ്സും സിസ്റ്റേഴ്സും എല്ലാം കൂടെ ആ ഓൾഡർ ബ്രദറിന് ചുറ്റും അഭിമാനത്തോടു കൂടി ഇങ്ങനെ ശബ്ദം ഉണ്ടാക്കി പോകുന്നതൊക്കെ കാണുന്നുണ്ടായിരുന്നു നമ്മുടെ യങ് സീകൾ.
പിറ്റേ ദിവസം ആ ഹോൾ ഡേ നമ്മുടെ യങ് സീകളിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് ഒരു ക്ലിഫിൽ വന്നിരുന്നിട്ട് ഈ ഫാമിലി മെമ്പേഴ്സ് എല്ലാം കൂടെ വന്ന് നിന്നിട്ട് ഈ യങ് സീകളിൻ്റെ കബോർഡേഴ്സ് നോക്കി ചിരിക്കാൻ തുടങ്ങി. The sun was now ascending the sky, blazing warmly on his ledge that faced south. He felt the heat because he had not eaten since the previous nightfall. Then he had found a dried piece of mackerel's tail at the far end of the ledge. Now there was not a single scrap of food left. He had searched every inch, rooting among the rough, dirt-caked strawness where he and his brothers and sister had been hatched, and even gnawed at the dried piece of eggshell. It was like eating a part of himself. അപ്പോൾ പിറ്റേ ദിവസം ഇങ്ങനെ സൂര്യൻ നല്ലവണ്ണം ഉദിച്ച് ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ സൂര്യൻ്റെ നല്ല രീതിയിൽ കത്തുന്നതുകൊണ്ട് സീകളിന് നല്ല ചൂട് തോന്നി. ഒന്നാമത് അവൻ കഴിഞ്ഞ ദിവസം മുതലേ ഒന്നും കഴിച്ചില്ല, അതുകൊണ്ട് അവന് കൂടുതൽ ചൂട് അനുഭവപ്പെട്ടു. അവിടെ മൊത്തം അവൻ ആദ്യം ഭക്ഷണത്തിന് വേണ്ടി തിരഞ്ഞ് ആദ്യം ഒരു മക്രേൽ സ്റ്റൈൽ കിട്ടി. അത് കഴിച്ചതിന് ശേഷം അവനൊരു ഭക്ഷണവും കിട്ടുന്നുണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ അവൻ അവിടെ സെർച്ച് ചെയ്തിട്ടും ഒന്നും ഉണ്ടായിരുന്നില്ല. അവസാനം അവരുടെ നെക്സ്റ്റ് പോയി തപ്പിയപ്പോൾ അവിടെ അവൻ കണ്ടതെന്ന് വെച്ചാൽ അവനും അവൻ്റെ സിസ്റ്റേഴ്സും ബ്രദേഴ്സും എല്ലാം കൂടെ നാച്ചുറലായിട്ട് വന്ന ആ എഗ് ഉണ്ടല്ലോ, മുട്ടത്തോട് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ അവൻ ഈ മുട്ടത്തോട് തന്നെ എന്തെങ്കിലും ക്രാബ് ചെയ്യാനായിട്ട് തോന്നി. പക്ഷേ ഈ തോട് നിന്നൊക്കെയാണ് അവൻ വന്നത്. അതുകൊണ്ട് ഇവൻ അങ്ങനെ ചെയ്തപ്പോൾ അവനെ തന്നെ നിന്നതായിട്ടാണ് അവൻ ആദ്യം തോന്നിയത്. He then trotted back and forth from one end of the ledge to the other, his long grey legs stepping daintily, trying to find some means of reaching his parents without having to fly. But on each side of him, the ledge ended in a sheer fall of precipice with the sea beneath, and between him and his parents there was a deep white crack. അപ്പോൾ ഇവൻ പിന്നെ എണീച്ച് അങ്ങോട്ടും ഇങ്ങോട്ട് നടക്കാൻ ആരംഭിച്ചു. ആ ലെഡ്ജിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ ആരംഭിച്ചു. എന്തെങ്കിലും പാരൻസിൻ്റെ അടുത്തേക്ക് എത്താനുള്ള എന്തെങ്കിലും വഴിയുണ്ടോ, പറക്കാതെ അവനെത്താം. പക്ഷേ ഈ രണ്ട് ലെഡ്ജ് അല്ലെങ്കിൽ ഈ ക്ലിഫിനും ആ ലെഡ്ജിനും ഇടയ്ക്ക് തീരുന്നത് ഇങ്ങനെ സ്റ്റീപ്പായിട്ടാണ്. അവിടെ നിന്ന് നേരെ കടലാണ്. ഇതിൻ്റെ ഇടയ്ക്ക് ഒരു ചെറിയ ക്രാക്കുണ്ട്. ആ ഭാഗത്തും അവന് പറക്കാതെ അങ്ങെത്തത്തില്ല. Surely he could reach them without fly if he could only move northwards along the cliff face. But then, on what could he walk? There was no ledge and he was not fly. And above him he could see nothing. The precipice as sheer, and the top of it was perhaps farther than the sea beneath him. അപ്പോൾ അതാണ് പറഞ്ഞത്. അതായത് അവൻ നോർത്ത് വേഴ്സ് നടന്നാലും കുറച്ച് നേരം കഴിയുമ്പോൾ പിന്നെ കുറച്ച് ഭാഗത്ത് ലെഡ്ജില്ല. അതായത് അവൻ നടക്കത്തില്ല, പറക്കാതെ എത്താൻ പറ്റത്തില്ല. അതാണ് പറയുന്നത്. He stepped slowly out to the brink of the ledge, and standing on one leg with the another leg hidden under his wing, he closed one eye, then the other, and pretended to be falling asleep. Still they took no notice of him. He saw his two brothers and his sister lying on the plateau dozing, with their heads sunk into their necks. His father was preening the feathers on his white back. Only his mother was looking at him. അപ്പോൾ ലെഡ്ജിൻ്റെ അറ്റത്തൊന്ന് സ്ലോ ആയിട്ടൊന്ന് നിന്നിട്ട് അവൻ ഒരു കാലെടുത്ത് മറ്റേ കാലിൻ്റെ മുകളിൽ വെച്ച് മറ്റേത് വിങ്സിൻ്റെ അടി ഒളിപ്പിച്ച് അവൻ ഒരു കണ്ണടച്ച് മറ്റേ കണ്ണടച്ച് ഉറങ്ങുന്നതായിട്ട് അഭിനയിക്കാൻ ആരംഭിച്ചു. അപ്പോൾ എന്നിട്ടും ആരും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നില്ല. അവരുടേതായ കാര്യങ്ങളിൽ ഇടപെടുകയായിരുന്നു. അച്ഛനൊക്കെ എന്ന് വെച്ചാൽ അവൻ അദ്ദേഹത്തിൻ്റെ ബാക്കിലെ ഇങ്ങനെ ഫെതേഴ്സ് ഇങ്ങനെ ക്ലീനിങ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അവൻ്റെ അമ്മ മാത്രമായിരുന്നു അവനെ നോക്കിക്കൊണ്ടിരുന്നത്. She was standing on a little high hump on the plateau, her white breast thrust forward. Now and again she tore at a piece that lay at her feet, and then scraped each side of her beak to the rock. The sight of the food maddened him. How he loved to tear the food that way, scraping his beaks now and again to wet it. He uttered a loud crackle. His mother cackled too and looked at him. അപ്പോൾ അവൻ്റെ മദർ എന്ന് പറയുന്ന ആ പ്ലാറ്റോയിലൊരു ലിറ്റിൽ ഹമ്പിൽ ഇങ്ങനെ നിൽക്കുകയായിരുന്നു. അവരുടെ ഫീറ്റിലുള്ള ഒരു ഫിഷിനെ ഇങ്ങനെ ടീർ ചെയ്യുന്നുണ്ടായിരുന്നു, അല്ലെങ്കിൽ ഇങ്ങനെ മീനെയൊക്കെ ഇങ്ങനെ മുറിക്കുന്നുണ്ടായിരുന്നു. എന്നിട്ട് ഈ റോക്കിൽ ബീക്ക് ഇങ്ങനെ ഇട്ട് ഉരച്ച് അതിനെ ഷാർപ്പനാക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ ഫുഡൊക്കെ കണ്ടപ്പോൾ ഈ യങ് സീകളിന് ഒരുമാതിരി വട്ട് പിടിക്കുന്നതായിട്ട് തോന്നി.
അപ്പോൾ അവൻ ആലോചിക്കുകയാണ് എങ്ങനെയായിരുന്നു ഞാൻ അങ്ങനെ ഫിഷിനെയൊക്കെ ടിയർ ചെയ്യുന്നത് ഞാനും എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു, അതൊക്കെ എനിക്കും ഇഷ്ടമാണ് എന്നൊക്കെയുള്ള ചിന്തകൾ ആ ആ യങ് സീകളുടെ മനസ്സിൽ വന്നു. എന്നിട്ട് അമ്മയെ നോക്കി അവൻ ലോ ക്യാക്കിൾ എന്ന് വെച്ചാൽ ഒരു സൗണ്ട്, ഒരു ചെറിയ സൗണ്ട് ഉണ്ടാക്കി തിരിച്ച് മദറും ആ സൗണ്ട് ഉണ്ടാക്കി. ഗാ 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 he cried, begging her to bring him over some food. Gwal ul ah, she screamed back mockingly. But he kept calling plaintively. And after a minute or so, he uttered a joyful scream. His mother had picked up a piece of fish and was flying across to him with it. He leaned out eagerly, tapping the rock with the feet, trying to get nearer to her as she flew across. But she was just opposite to him. Abreast on the ledge, she halted, her wings hanging back, her wings motionless, the piece of fish in her beak almost within the reach of his beak. അപ്പോൾ അവൻ ആവശ്യപ്പെട്ടതെന്ന് വെച്ചാൽ കുറച്ച് ഫുഡ് തരാൻ വേണ്ടിയാണ് ആവശ്യപ്പെട്ടത്. പക്ഷേ അവൻ്റെ അമ്മ തിരിച്ച് കളിയാക്കി. നിമിഷ നേരത്തിനുള്ളിൽ തന്നെ അവരെന്ത് ചെയ്തു, ഒരു ഫുഡ് എടുത്ത് നമ്മുടെ യങ് സീകളുടെ അടുത്തേക്ക് പറക്കാൻ ആരംഭിച്ചു. അവരുടെ അടുത്തെത്തിയപ്പോൾ, അതായത് കുറച്ച് അടുത്തെത്തിയപ്പോൾ ഈ മദർ സീകൾ അവരുടെ വിങ്സൊക്കെ മോഷൻലെസ് ആക്കി ആ എയറിൽ തന്നെ ഇങ്ങനെ നിൽക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ യങ് സീകളുടെ ഏതാണ്ട് റീച്ചിൽ ഫുഡുണ്ട്. He waited a moment in surprise, wondering why she did not come nearer, and then, maddened by hunger, he dived at the fish. With a loud scream, he fell outwards and downwards into the space. His mother had swooped upwards, and he passed beneath her. He heard the swish of her wings. അപ്പോൾ എന്തുകൊണ്ടാണ് അമ്മ വരാത്തതെന്ന് പറഞ്ഞ ഒരു നിമിഷം സർപ്രൈസായിട്ട് നിന്നെങ്കിലും അവൻ്റെ ഭക്ഷണത്തിനുണ്ടാണെങ്കിൽ വിശപ്പ് അവനെന്ത് ചെയ്തു, അവനെ മുന്നോട്ട് ചെല്ലാൻ പ്രേരിപ്പിച്ചു. അവസാനം അവൻ ചെന്ന് ആ ഫിഷിന് വേണ്ടി ഡൈവ് ചെയ്തു. ഡൈവ് ചെയ്തതിന് ശേഷം പക്ഷേ ഇവൻ്റെ അമ്മ മുകളിലേക്ക് പറക്കി ഇവൻ താഴേക്ക് വീഴാൻ ആരംഭിക്കുകയും ചെയ്തു. അപ്പോൾ ഈ വീഴുന്ന സമയത്ത് അവൻ കേൾക്കുന്നുണ്ട് അമ്മയുടെ വിങ്സിൻ്റെ സൗണ്ട്, പറന്നു പോയതിൻ്റെ സൗണ്ട്. Then a monstrous terror seized him, and his heart stood still. He could hear nothing, but it was only lasted a moment. The next moment, he felt his wings spread outwards. The wind rushed against his breast feathers, then under his stomach and against his wings. He could feel the tips of his wings cutting through the air. He was not falling headlong now. He was soaring gradually, downwards and outwards. He was not longer afraid. He just felt a bit dizzy. Then he flapped his wings once again. He soared upwards. അപ്പോൾ ഈ താഴോട്ട് വീഴുന്നപ്പോൾ ആദ്യം ഇവനെ നല്ലൊരു രീതിയിൽ ഭയം പിടിപെട്ടു. അവൻ്റെ ഹൃദയം വരെ നിലയ്ക്കുന്ന ഒരു ഫീലിംഗ് അവന് തോന്നി. അവനൊന്നും കേൾക്കാൻ വയ്യ. പക്ഷേ ഇതൊക്കെ ഒരു നിമിഷം മാത്രമേ നിന്നുള്ളൂ. പിന്നെ അടുത്ത മൊമെൻ്റ് അവൻ എന്ത് ചെയ്തു, അവൻ്റെ വിങ്സ് സ്പ്രെഡ് ചെയ്തു. ആ വിങ്സിലൊക്കെ ഇങ്ങനെ അവൻ്റെ ചെസ്റ്റിലും അതുപോലെ തന്നെ സ്റ്റൊമക്കിലും ഒക്കെ ഈ കാറ്റ് വന്ന് നിൽക്കുന്നത്, ഈ വിങ്സിലൊക്കെ കാറ്റ് തട്ടി നിൽക്കുന്നതും ഈ വിങ്സിൻ്റെ അറ്റം ഈ കാറ്റിനെ കീറി മുറിച്ച് പോകുന്നതൊക്കെ അവനെ കാണാൻ പറ്റി. അപ്പോൾ അവൻ നേരെ താഴേക്ക് സ്റ്റീപ്പായിട്ട് ഫോളോ ചെയ്യുകയല്ല, അവൻ ഗ്രാജുവലായിട്ട് പതുക്കെ ഇങ്ങനെ താഴേക്ക് പോവുകയാണ്. ജസ്റ്റ് ആ വിങ്സ് ഒന്ന് ഫ്ലാപ്പ് ചെയ്തപ്പോൾ അവൻ മുകളിലേക്ക് പോകുന്നത് അവന് അറിയാൻ പറ്റി. ഇപ്പം അവന് പേടിയോ ഒന്നുമില്ല. He uttered a joyous scream and flapped them again. He soared higher. He raised his breast and banged against the wind. Ga 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 Gwalu. His mother swooped past him, her wings making a loud noise. He answered her with another scream. Then his father flew over him, screaming. Then he saw his two brothers and his sister flying around him, soaring and diving. അപ്പോൾ ഇവ ഇങ്ങനെ വീണ്ടും ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ട് സ്ക്രീം ചെയ്യാൻ തുടങ്ങി. നല്ല സന്തോഷത്തിൽ സ്ക്രീം ചെയ്യാൻ തുടങ്ങി. അവൻ്റെ അമ്മയും ഹിസ് മദർ ആൾസോ സ്ക്രീം ബൈ കമ്മിങ് നിയർ ഹിം. അതായത് അവൻ്റെ അമ്മയും അവൻ്റെ അടുത്ത് വന്നിട്ട് സ്ക്രീം ചെയ്യാൻ ആരംഭിച്ചു. അച്ഛനും എല്ലാവരും വന്നു, അവൻ്റെ രണ്ട് ബ്രദേഴ്സും സിസ്റ്റേഴ്സും എല്ലാം വന്നു. അവരെല്ലാം ഇപ്പോൾ എയറിൽ എൻജോയ് ചെയ്യുകയാണ്. Then he completely forgot that he had not always been able to fly, and commenced to dive and soar, shrieking and shrilly. He was near the sea now, flying straight over it, facing out over the ocean. He saw a vast green scene beneath him, with little rich moving over it. He turned his beak sideways and crowded amusedly. His parents and his brothers and sisters had landed on his floor in the front of him. They were beckoning to him, calling shrilly.
He dropped his legs to the stand out of the green sea. His legs sank into it. He screamed with fright and attempted to rise again, flapping his wings, but he was tired and weak with hunger and he could not rise. Exhausted by the strange excuse, his fleet sank into the green sea, and then his belly touched it, and he sank no further. അപ്പോൾ അടുത്ത് അവൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ എപ്പോഴും പറന്നുകൊണ്ടിരിക്കാതെ അവൻ താഴോട്ട് പോയി സീയുടെ ലെവലിൽ പറക്കാൻ ആരംഭിച്ചു. അപ്പോൾ അവൻ നോക്കുമ്പോൾ താഴെ വാസ്റ്റ് ഗ്രീൻ സീ ഉണ്ട്. അപ്പോൾ ലിറ്റിൽ റിഡ്ജസ് ഒക്കെ വരുമ്പോൾ അവൻ ജസ്റ്റ് ഒന്ന് മൂവ് ചെയ്യും, എന്നിട്ട് വീണ്ടും ആ സീയുടെ ലെവലിൽ പോവും. അവസാനം അവൻ അവൻ്റെ ലെഗ്സ് ഗ്രീൻ സീയിലേക്ക് ഡ്രോപ്പ് ചെയ്തു. ഈ സമയത്ത് എന്ത് ചെയ്തു, ലെഗ്സ് ഗ്രീൻ സീയിലേക്ക് ഡ്രോപ്പ് ചെയ്തപ്പോൾ ആ ലെഗ്സ് സാങ്കിക്കാൻ അല്ലെങ്കിൽ അവൻ മുങ്ങാൻ ആരംഭിച്ചപ്പോൾ അവൻ നല്ല പേടിയായി. അവൻ എന്നിട്ട് സ്ക്രീം ചെയ്യാൻ തുടങ്ങിയാണ്. പക്ഷേ അവന് അവിടെ നിന്നും രക്ഷപ്പെട്ട് വരാനുള്ള ശേഷി ഉണ്ടായിരുന്നു. കാരണം ഒരു ദിവസമായിട്ട് അവൻ ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ല. അതിനുള്ള എനർജി ഇല്ലാത്തതുകൊണ്ട് തന്നെ അവൻ പതിയെ മുങ്ങാൻ ആരംഭിച്ചു. അപ്പോൾ മുങ്ങാൻ ആരംഭിച്ച് ആദ്യം അവൻ്റെ ഫീറ്റ് മുങ്ങി, അതിനുശേഷം അവൻ്റെ ബെല്ലി, അതായത് സ്റ്റൊമക്ക് ടച്ച് ചെയ്തപ്പോൾ അവൻ അവിടെ ഇങ്ങനെ ഫ്ലോട്ട് ചെയ്ത് നിൽക്കാനാണ് ആരംഭിച്ചത്. അതിനുശേഷം അവൻ മുങ്ങില്ല, അതായത് അവൻ്റെ പകുതിയോളം അവൻ വെള്ളത്തിലായപ്പോൾ അതിനുശേഷം അവൻ മുങ്ങില്ല, അവൻ ഫ്ലോട്ട് ചെയ്ത് നിൽക്കും. He was floating on it, and around him his family was screaming, praising him, and the beaks were offering him scrap of dogfish. He had made his first flight. അപ്പോൾ അവൻ ഇതിൽ ഫ്ലോട്ട് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ അവൻ്റെ ചുറ്റും എന്ത് ചെയ്തു, പാരൻസ് അല്ലെങ്കിൽ ഫാമിലി വന്നിട്ട് അവനെ പ്രൈസ് ചെയ്യാൻ ആരംഭിച്ചു, അവനെ പുകഴ്ത്താൻ ആരംഭിച്ചു. എന്നിട്ട് അവനൊരു പീസ് ഓഫ് ഡോഗ് ഫിഷും കൊടുത്തു. ഇതായിരുന്നു അവൻ്റെ ഫസ്റ്റ് ഫ്ലൈറ്റ്. ഇതാണ് നമ്മുടെ ചാപ്റ്റർ. താങ്ക് യു.